നമസ്കാരം. ദേവാങ്കണം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടി കടന്നു വരുവാൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം ഈ വിഷുവിനെ നോക്കിക്കാണുമ്പോൾ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ചില സംഭവവികാസങ്ങൾ, വലിയ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു വർഷമായിട്ടാണ് ഈ വിഷു വർഷത്തെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം ഈ വിഷു വർഷം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ചില മാറ്റങ്ങൾ, വലിയ ചില സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാലമാണ്. രോഹിണി നക്ഷത്രത്തിന്റെ ഏറ്റവും സത്യസന്ധവും ഏറ്റവും സമഗ്രവും ഏറ്റവും വിശ്വാസയോഗ്യവും ഏറ്റവും കൃത്യവുമായിട്ടുള്ള 2026 വിഷുഫലങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ചില വഴിപാടുകളും പറയുന്നുണ്ട്. അതും നിങ്ങൾ ചെയ്യണം കേട്ടോ. എല്ലാ ഐശ്വര്യവും ഭഗവാനും ഭഗവതിയും നൽകി ജീവിതം ധന്യമാക്കി തീർക്കുന്നതാണ്. ആദ്യം തന്നെ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ശിവഭഗവാനും ശ്രീപാർവതിയും സാക്ഷാൽ ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം ഈ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഉണ്ട് കേട്ടോ. രോഹിണി നക്ഷത്രത്തിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവർ ആണായാലും പെണ്ണായാലും ശരി, ശിവപാർവതിമാരുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള സമയമാണ് കേട്ടോ. ഭഗവാനും ഭഗവതിയും അനുഗ്രഹിച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. പ്രശ്നം വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് രോഹിണിക്കാരുടെ കാര്യത്തിൽ കാണുന്ന ഒരു കാര്യമാണ് ഭഗവാനും ഭഗവതിയും ഒരുപോലെ അനുഗ്രഹ ആശീസ്സുകളോടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അതിൽ പരം ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് രോഹിണിക്കാർക്ക്. നമുക്കറിയാം, രോഹിണിക്കാർ മൊത്തത്തിൽ ഇപ്പോൾ ആലോചിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്തൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും പല മനപ്രയാസങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് ചിന്തകൾ വരെ ഇവരെ ബാധിച്ചിട്ടുണ്ട്. രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഹിണി നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓർത്ത് ആശങ്കപ്പെട്ട് വല്ലാതെ ആദ്യമൊക്കെ പിടിച്ചിരിക്കുന്ന സമയമാണ് അല്ലേ? അതൊരു സത്യമാണ്. നിലവിൽ അത്തരത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ദൈവമേ, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്, എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ ഇട്ട് അനുഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാറുണ്ട്. മറ്റു പലരും പല ഉയർച്ചകളും സന്തോഷങ്ങളുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മാത്രം എന്തേ ഭഗവാൻ ഈ ഒരു പരീക്ഷണം തന്നു എന്നൊക്കെ രോഹിണിക്കാർ അറിയാതെയെങ്കിലും ഈശ്വരനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷണങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നത്. ഈ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഭഗവാനും ഭഗവതിയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞോളട്ടെ, ശിവഭഗവാനും ശ്രീപാർവതിയുടെയും അനുഗ്രഹമുണ്ട്. വീട്ടിനടുത്ത് ഉമാമഹേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ, ശിവനും പാർവതിയും രണ്ടായിട്ടിരുന്നാലും മതി, ശിവക്ഷേത്രത്തിൽ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി രണ്ടുപേരെയും ഓം ക്ലീം നമഃശിവായ ചൊല്ലി പ്രാർത്ഥിക്കണം. നല്ലതേ വരത്തുള്ളൂ. ഈ വിഷു പിറക്കുന്നിടം തൊട്ട് ഒരു വർഷക്കാലം അത്തരത്തിൽ ശിവപാർവതിമാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ട്. അവിടെ പോയി നടക്കൽ പോയി എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും കൈവിടത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അനുഗ്രഹിച്ച് നൽകിയിരിക്കും ഭഗവാനും ഭഗവതിയും എന്നുള്ളത് 100% സത്യമാണ്. ഈ ഒരു രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തടസ്സങ്ങൾ തീരാൻ പോകുന്ന വർഷമാണ് കേട്ടോ. എന്താണ് തടസ്സങ്ങൾ തീരാൻ പോകുന്ന വർഷം എന്ന് പറയുമ്പോൾ, രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് എല്ലാം പാതി വഴിക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് പാതി വഴിക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ, പല കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടിട്ട് അതൊക്കെ ഒന്നും അങ്ങ് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും അത് ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കുകയാണ്. അത് പിന്നീട് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്ന പല തടസ്സങ്ങളും വന്ന് വഴിമുട്ടി നിൽക്കുക. ഇതെല്ലാം ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. രോഹിണിക്കാര് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ട് അതെങ്ങും എത്താതെ അത് തുടങ്ങിയ അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ഒരു രീതിയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? പല കാര്യങ്ങൾക്കും ഇറങ്ങിയിട്ട് ഒരു കര കാണാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് രോഹിണിക്കാര്. ആ തടസ്സങ്ങളൊക്കെ മാറും. ആ കര കാണും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പച്ച പിടിക്കും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് മാറുമെന്നാണ് ഒന്നാമതായിട്ട് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ജീവിതത്തിൽ ധനക്ലേശങ്ങൾ കുറയും.
ധനക്ലേശങ്ങൾ മാറി ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വരും എന്നാണ് കാണാൻ കഴിയുന്നത്. എന്താണ് ധനക്ലേശങ്ങൾ? കടബാധ്യതകൾ ഒന്നു മാറി ഉണ്ടാകുന്ന ആ ഒരു രീതി, ചെലവുകൾ മൂലമുണ്ടാകുന്ന ചില മനപ്രയാസങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവുകൾ വന്ന് നിങ്ങളുടെ ജീവിതത്തെ മൂടുന്ന കടബാധ്യതകൾ ഉണ്ടാകുന്ന ആ ഒരു രീതി, അത് മാറി സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധിയും ഒരു സാമ്പത്തിക ഭദ്രതയും നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കാണാൻ കഴിയുന്നത്. ഒരുപാട് കടങ്ങളും ബാധ്യതയും ഒക്കെ ഉള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. ഭഗവാനും ഭഗവതിയും ഒപ്പമുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം, ഒരു അത്ഭുതം എന്നോണം ഭഗവാന്റെ കരങ്ങൾ നിങ്ങൾക്ക് നേരെ വരും. അതിലൂടെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഈ വർഷം കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനും ദൂരയാത്രകളൊക്കെ പോകാനുമായിട്ടുള്ള യോഗം കാണുന്നുണ്ട്. ദൂരെ അമ്പലങ്ങളൊക്കെ പോയി സന്ദർശിക്കാനായിട്ട്, അല്ലെങ്കിൽ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് കാണണം, പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെയും നിങ്ങളുടെ തൊഴിലിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങളൊക്കെ, ചില ദൂരയാത്രകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. വിവാഹ തടസ്സമൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ള രോഹിണിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള യോഗം നിങ്ങൾക്കതെല്ലാം മാറി, വിവാഹ തടസ്സം മാറി നല്ലൊരു വിവാഹം നടക്കാനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. വിവാഹ യോഗം, പ്രണയ സാഫല്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ വീടില്ലാത്ത രോഹിണിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു വീട് വെച്ച് കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടക്കാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങി പുറപ്പെടാൻ, ഇതുവരെ പറ്റാത്തവർക്ക് ആ തടസ്സങ്ങൾ മാറി വീട് പണി മുടങ്ങിക്കിടക്കുന്നവരായാൽ പോലും, അല്ലെങ്കിൽ വീട് പണി തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് അത് കഴിയാത്തവരായാലും അവർക്ക് വീടെന്ന് പറയുന്ന സ്വപ്നം ഒന്നുകിൽ യാഥാർത്ഥ്യമായി കിട്ടും, അല്ലെങ്കിൽ അതിനുള്ള പ്രാരംഭ നടപടികളെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും. തടസ്സങ്ങൾ അവിടെയും മാറും എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത് സാക്ഷാൽ ശിവഭഗവാനും ശ്രീ പാർവതീദേവിയും എന്നുള്ളതാണ്. നിങ്ങൾ ആരും അത് മറന്നു പോകരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഉദര സംബന്ധമായിട്ട് അല്ലെങ്കിൽ രക്തസംബന്ധമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉണ്ടാകാൻ ചെറിയ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അത്തരത്തിൽ മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ ആരോഗ്യ സ്ഥിതി മോശമായിട്ടുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെക്കപ്പൊക്കെ കാര്യസമയത്ത് തന്നെ നടത്തി, എന്തെങ്കിലും ചെറിയ വയ്യായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആദ്യമേ തന്നെ ചികിത്സ തേടി, അത് ഏറ്റവും എളുപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. അങ്ങനെയുള്ള ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത കാണുന്ന ഒരു സമയം കൂടെയാണ് രോഹിണിക്കാർക്ക്. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കേട്ടുടനെ തന്നെ ആരും പേടിക്കുകയോ വിഷമിക്കുകയൊന്നും വേണ്ട. അങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, ഇതാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ള ദോഷമൊന്നും ഏൽക്കാതിരിക്കാൻ ഇനി അഥവാ അതൊക്കെ നിങ്ങളിൽ നിന്ന് നീങ്ങി രക്ഷിക്കാനായിട്ടുള്ള വഴിയും ഉണ്ട്. നമുക്കത് മനസ്സിലാക്കാനും നമുക്കത് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ ഭൂമി സംബന്ധമായിട്ട് ചില തർക്കങ്ങൾ, വഴക്കുകൾ, ലഹളകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഭൂമി സംബന്ധമായിട്ട് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും സ്വത്തുവകൾ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിർത്തി തർക്കം പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന ഷെയർ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഭിപ്രായ ഭിന്നത ചിലപ്പോൾ ഉണ്ടാകാം. കുടുംബ ബന്ധങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ അത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംസാരം അതിര് വിട്ടു പോകാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ചില മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വാരസ്യങ്ങളും ഒക്കെ ജീവിതത്തിന് ഉണ്ടാകാൻ സാധ്യതയൊക്കെയുള്ള സമയം കൂടിയാണ്. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, ബഹളങ്ങളിൽ നിന്നൊക്കെ കഴിയുന്നത് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ചില ദുഃഖങ്ങളൊക്കെ, അങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ദാമ്പത്യ ബന്ധത്തിൽ ചില പരസ്പര പൊരുത്തക്കേടുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വർഷത്തിന്റെ അവസാനമാകുമ്പോഴേക്കും 2026 ഡിസംബർ ഒക്കെ കഴിയുന്നതോടുകൂടി അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാം. എന്നാലും ആ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ചില്ലറ വഴക്കുകൾ, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന ചെറിയ വിള്ളലുകളൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ച് നയപരമായ പെരുമാറ്റത്തിലൂടെ മുന്നോട്ട് പോകാനും, കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവുന്ന രീതിയിലേക്ക് നിങ്ങൾ അത് എത്തിക്കാതിരിക്കാനും ശ്രമിക്കുക. ദാമ്പത്യ പ്രശ്നങ്ങളിൽ
ഒരു സമയമാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ വർഷ അവസാനത്തോടുകൂടി അപ്പോൾ അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് കേട്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. മൊത്തത്തിൽ നോക്കുമ്പോൾ രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല വർഷമാണ്. പക്ഷേ 1-2 ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ആ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെട്ട് അത് കൂടുതൽ വഷളാകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇത് കേട്ട് നിങ്ങളാരും പേടിക്കാനോ ഇങ്ങനെയൊന്നും ഉണ്ടാകും എന്ന് വിചാരിച്ച് ഇനി അത് മനസ്സിലോർത്തുകൊണ്ട് നടക്കാനോ അല്ല പറയുന്നത്. എന്ത് പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അതൊക്കെ വിജയിച്ചു വരുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ, ബിസിനസ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ വിഷു ഒന്ന് കഴിഞ്ഞ ശേഷം ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും അത്. ഒന്നും എടുത്തു ചാടിപ്പോയി ചെയ്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒന്ന് വിഷു കഴിയുന്നിടം വരെ ഒന്ന് ഇരുന്ന് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏപ്രിൽ 14 കഴിഞ്ഞാൽ 2026 ഏപ്രിൽ 14 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ല രാശിയുള്ള സമയമാണ്. ബിസിനസ്സിലായാലും സംരംഭങ്ങളിലായാലും എല്ലാം ധനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് പരിപാടികളായിക്കൊള്ളട്ടെ, വീട് പണി ആയിക്കോട്ടെ, ഏത് കാര്യമായാലും അതിനെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏത് കാര്യത്തിനായാലും, വാഹനം വാങ്ങിക്കുന്നതായിക്കോട്ടെ, ഏത് കാര്യത്തിനായാലും ഏപ്രിൽ 14 2026 വിഷു കഴിഞ്ഞ ശേഷം നല്ല സമയമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എടുപിടിയിൽ നിന്നും കാര്യങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ട എന്നുള്ളതാണ്. ഒരു വിഷു വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ രോഹിണിക്കാരോട് പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ശ്രദ്ധിക്കണം. വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ ഏറ്റവും അടുത്ത് സൗഹൃദപരമായി നിൽക്കുന്ന സുഹൃത്തുക്കളോ ഒക്കെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അത്തരം ആളുകളുമായിട്ടുള്ള ധനപരമായുള്ള ഇടപാടുകൾ, ചില വിശ്വാസത്തിന്റെ പുറത്ത് രേഖകളൊന്നുമില്ലാതെ ഏർപ്പെടുന്ന ചില ഉടമ്പടികൾ, ഇതൊക്കെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ചില ചതികൾ, ചില വഞ്ചനകൾ, ചില പറ്റിക്കപ്പെടലുകൾ ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളവരിൽ നിന്ന് പോലും വരാൻ സാധ്യതയുണ്ട്. ഇത് എടുത്തു പറയാൻ കാര്യം എന്താണെന്നറിയാമോ? എല്ലാ തവണയും കാണുന്ന ഒരു പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ചില ചതികൾ രോഹിണിക്കാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അനാവശ്യമായിട്ട് അത്തരത്തിൽ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനവും നിങ്ങൾ എടുക്കാതെ നല്ല പ്രോപ്പറായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് ഒന്നും ചെയ്യാതെ നിങ്ങൾ വളരെ നന്നായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. വളരെ സങ്കടാവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിപ്പോകുന്നതായിരിക്കും. നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അതുകൊണ്ട് തള്ളിവിടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ധനപരമായ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടു കൂടി പൂർണ്ണമായ ബോധത്തോടു കൂടി മാത്രമേ നിങ്ങൾ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ശിവഭഗവാനും ശ്രീ പാർവതി അമ്മയും ഉണ്ട്. എന്ത് ദോഷം വന്നാലും അവിടുത്തെ കരങ്ങൾ നിങ്ങളെ രക്ഷിക്കാനും വരും. എങ്കിൽ പോലും താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭാഗത്തുനിന്ന് എടുത്തു മണ്ടത്തരവും തെറ്റും കാണിച്ച ശേഷം എനിക്ക് തെറ്റുപറ്റി പോയല്ലോ എന്ന് പറയുന്നതിനേക്കാളും നല്ലത്, ആദ്യമേ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇനി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സാഫല്യത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രം, ആ ശിവക്ഷേത്രത്തിൽ ഒരു വഴിപാട് ഈ വിഷുവിന് പറ്റുമെങ്കിൽ ചെയ്യുക. വിഷുവിൻ്റെ അന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. അന്ന് പറ്റിയില്ലെങ്കിൽ വിഷുവിൻ്റെ ആദ്യത്തെ ആഴ്ച തന്നെ, വിഷുവിന് ശേഷമായാലും കുഴപ്പമില്ല, ആ ആഴ്ചയ്ക്കകത്ത് ഒരാഴ്ചയ്ക്കകത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ അതൊന്ന് ചെയ്യുക. ശിവക്ഷേത്രത്തിൽ പോയിട്ട് പിൻവിളക്ക് എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. പിൻവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയ്ക്ക് പുറകിലായിട്ട് ഒരു വട്ടത്തിലൊരു കണ്ണാടിയും ഒരു വിളക്കം വച്ചിരിക്കുന്നത് കാണാം. ഒരു പൂവാകൃതിയിലൊരു കണ്ണാടി വെച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനു മുന്നിൽ ഒരു വിളക്ക് തൂക്കിയിട്ടുണ്ടായിരിക്കും. ആ വിളക്കിൽ അഗ്നി ജ്വലിപ്പിക്കുന്ന സമയത്ത് ആ പൂ പോലുള്ള കണ്ണാടിയിൽ ഇങ്ങനെ പല വിളക്കുകൾ ദീപപ്രഭ ചൊരിയുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആ വിളക്കും ആ കണ്ണാടിയും എന്ന് പറയുന്നത് ശ്രീ പാർവതിയാണെന്നാണ് സങ്കല്പം. അപ്പോൾ ശിവഭഗവാൻ ഇരിപ്പുണ്ട്. ശിവനോട് ചേർന്ന് ശക്തി സ്വരൂപിണിയായ ശ്രീ പാർവതി എന്ന സങ്കല്പമാണ് പിൻവിളക്ക് എന്ന് പറയുന്നത്. ആ പിൻവിളക്ക് വഴിപാട് നിങ്ങളൊന്ന് കഴിപ്പിക്കണം കേട്ടോ. വിഷുവിന് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിൻവിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവപാർവതിമാരുടെ സമന്വയം അവിടെ ഉണ്ടാവുക എന്നതാണ്. നിങ്ങളുടെ പേരിൽ കഴിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാവും.
ആ പിൻവിളക്ക് കഴിപ്പിച്ച് വിഷുവിലേക്ക് കടക്കുമ്പോൾ വിഷുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും ഭഗവത് പ്രീതിയും കൊണ്ടുവരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കണം കേട്ടോ, മറന്നുപോകരുത്. ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഐശ്വര്യമായിട്ട് ഭഗവതിയെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ചെറിയ ചെറിയ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ചെറിയ ചെറിയ ദോഷങ്ങളും നിങ്ങൾക്കുണ്ടാകാൻ കാരണമാകുന്ന ചില ചെറിയ പ്രശ്നങ്ങളും ആ ദോഷങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഈ പറഞ്ഞ 2 വഴിപാടും വിട്ടുപോകരുത്. ശിവഭഗവാന് പിൻവിളക്കം, ശിവഭഗവാന് പിൻവിളക്കം തെളിയിക്കുക, പാർവതീദേവിയെയും പ്രാർത്ഥിക്കുക, ഓം ക്ലീം നമഃശിവായ ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ ദേവീക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി നടത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വിഷുവിനെ വരവേൽക്കൂ. നിങ്ങളുടെ ജീവിതം സർവ്വം ഗംഭീരമാവും, സർവ്വം നന്നായി വരും. ഭഗവാൻ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ജീവിത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. നന്ദി, നമസ്കാരം.